ഹായ് കൂട്ടുകാരെ, ഹായ്. എല്ലാവർക്കും സുഖമാണോ? സുഖമാണോ? എല്ലാവർക്കും സുഖമാണെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഇന്ന് നിങ്ങളെ കാണുവാനും നിങ്ങളോട് സംസാരിക്കുവാനും ഒരു കൂട്ടുകാരൻ വന്നിട്ടുണ്ട്. ആ കൂട്ടുകാരൻ ആരാണെന്നൊന്ന് പരിചയപ്പെട്ടാലോ? പേരെന്താ? കിറ്റി. ആ കിറ്റി, നല്ല പേരാ. താങ്ക് യു. ആ താങ്ക് യു. ഇന്ന് നമുക്ക് ഒരുപാട് പ്രോഗ്രാം എല്ലാം ഉണ്ട്. കിറ്റി റെഡിയാണോ? റെഡിയാണ്. ദക്ഷിണ കേരള യുവജന വാരാഘോഷത്തിന്റെ ഭാഗമായി ഒരുപാട് പ്രോഗ്രാം നടക്കുന്നുണ്ട് കേട്ടോ കിറ്റി. അതെയോ? ആ അതെ, ഒരുപാട് പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഇന്ന് നമ്മുടെ പ്രോഗ്രാം ചെയ്യുന്ന ആരെന്നറിയാമോ? ഇല്ല. പേയാട് ഏരിയയിലെ കൂട്ടുകാരാ. അതെയോ? ആ അതെ, ഒരുപാട് പ്രോഗ്രാം ഉണ്ട്. കിറ്റി റെഡിയാണോ? റെഡിയാണ്. ആ കിറ്റി റെഡിയാണ്. നമ്മുടെ കൂട്ടുകാർ റെഡിയാണോ? കൂട്ടുകാരും റെഡിയാണ്. അപ്പൊ നമ്മുടെ ആദ്യത്തെ പ്രോഗ്രാം എന്തായിരിക്കും കിറ്റി? പ്രാർത്ഥന. ആ ആദ്യത്തെ പ്രോഗ്രാം പ്രാർത്ഥനയാണ്. ആരാ പ്രാർത്ഥിക്കാൻ വരുന്നതെന്ന് കിറ്റിക്ക് അറിയാമോ? ഇല്ല. ആരാണെന്ന് കിറ്റിക്ക് അറിയില്ല. ഞാൻ പറയാം. നമ്മുടെ മഹായിടക യൂത്ത് കോർഡിനേറ്ററായ അജിൻ കമൽ അച്ഛനാണ്. അറിയാമോ? അറിയാം. ആ കിറ്റിക്ക് അറിയാം. കൂട്ടുകാർക്ക് അറിയാമോ? നമ്മുടെ അച്ഛൻ്റെ പ്രാർത്ഥനയോടെ നമുക്ക് ഈ പ്രോഗ്രാം ആരംഭിക്കാം. ദൈവനാമത്തിന് മഹത്വം. ദക്ഷിണ കേരള മഹായിടവക യുവജന പ്രവർത്തന സമിതിയുടെ എല്ലാവിധമായ ആശംസകളും നേരുന്നു. ഇന്ന് നമുക്ക് പേയാട് ഏരിയയിലെ യുവജന സഖ്യ പ്രവർത്തകരാണ് പ്രോഗ്രാമുകൾക്ക് നേതൃത്വം നൽകുന്നത്. പ്രാർത്ഥനയോടെ നമുക്ക് ഈ ദിവസത്തെ ആരാധനയിലേക്കും പ്രോഗ്രാമുകളിലേക്കും പ്രവേശിക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ തിരുപാദപീഠത്തിലേക്ക് ഞങ്ങൾക്ക് യുവജന പ്രവർത്തന സമിതിയായി ഒരുമിച്ച് വരുവാൻ നൽകുന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. COVID-19 എന്ന മഹാമാരി ഞങ്ങളുടെ ജീവിതങ്ങളെ വിവിധങ്ങളായ തരങ്ങളിൽ ദുഃഖവും പ്രയാസവുമായി തീർന്നിരിക്കുന്നത് അങ്ങ് കാണുന്നുവല്ലോ. എത്രയും പെട്ടെന്ന് തന്നെ ലോകത്തിൽ നിന്ന്, ഞങ്ങളുടെ രാജ്യത്തിൽ നിന്ന്, ഞങ്ങളുടെ സംസ്ഥാനത്ത് നിന്ന്, ഞങ്ങളുടെ ദേശത്ത് നിന്ന് രോഗം പൂർണ്ണമായി തുടച്ചു മാറ്റപ്പെടുവാൻ അങ്ങ് സഹായിക്കണമേ. ആരാധനകൾക്ക് നേതൃത്വം നൽകുന്നവരെ അങ്ങ് തന്നെ ബലപ്പെടുത്തണം. അങ്ങയുടെ നാമമഹത്വത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ക്രമീകരിക്കുന്ന ശുശ്രൂഷയുടെ അനുഭവമായി ഇത് മാറ്റപ്പെടുവാൻ സഹായിക്കണം. യേശുവിൻ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഹായ് കിറ്റി. എന്തേ പ്രാർത്ഥിച്ചായിരുന്നോ? ഞാൻ പ്രാർത്ഥിച്ചു. ആ കിറ്റി പ്രാർത്ഥിച്ചു. നമ്മുടെ കൂട്ടുകാർ പ്രാർത്ഥിച്ചോ? ആ കൂട്ടുകാരും പ്രാർത്ഥിച്ചു. ആരോടെ പ്രാർത്ഥിച്ചേ? ആ യേശു അപ്പച്ചനോടല്ലേ? യേശു അപ്പച്ചനോട് കൈകൾ കൂപ്പി കണ്ണടച്ച് പ്രാർത്ഥിച്ചു. അപ്പോ കിറ്റി, നമുക്കൊരു പാട്ടിലേക്ക് പോയാലോ? പാട്ടോ? പോകാം. ആ പാട്ടോ? പോകാം. ഏത് പാട്ടാ? അത് ഏത് പാട്ടാ? ക്രിസ്തീയ ഗീതത്തിലെ 532 പാട്ട് നമ്മുടെ ചേട്ടന്മാരും ചേച്ചിയും കൂടി പാടുന്നുണ്ട്. റെഡിയാണോ? റെഡിയാണ്. ആ നമ്മുടെ കൂട്ടുകാർ റെഡിയാണോ? ആ എല്ലാരും റെഡിയാണ്. നശിച്ചിടുന്നു. ദിനവും നിത്യ നരകത്തിലെ
അറിയാതെ നശിച്ചിടുന്നു. പോയിടാം വൻകൊയ്ത്തിനായി വിളഞ്ഞ വയലുകളിൽ, നേടിടാം ഈ ലോകത്തേക്കാൾ വിലയേറും ആത്മാവിനെ. പോയിടാം വൻകൊയ്ത്തിനായി വിളഞ്ഞ വയലുകളിൽ, നേടിടാം ഈ ലോകത്തേക്കാൾ വിലയേറും ആത്മാവിനെ. ഇരുളേറുന്നു പാരിടത്തിൽ ഇല്ലിനി നാളധികം, ഇത്തിരി വെട്ടം പകർന്നിടാൻ എന്നെ അയക്കണമേ. ഇരുളേറുന്നു പാരിടത്തിൽ ഇല്ലിനി നാളധികം, ഇത്തിരി വെട്ടം പകർന്നിടാൻ എന്നെ അയക്കണമേ. പോയിടാം വൻകൊയ്ത്തിനായി വിളഞ്ഞ വയലുകളിൽ, നേടിടാം ഈ ലോകത്തേക്കാൾ വിലയേറും ആത്മാവിനെ. പോയിടാം വൻകൊയ്ത്തിനായി വിളഞ്ഞ വയലുകളിൽ, നേടിടാം ഈ ലോകത്തേക്കാൾ വിലയേറും ആത്മാവിനെ. ആരെ ഞാൻ അയക്കേണ്ടു, ആരിനി പോയിടും, അരുമനദാ നിന്നിമ്പസ്വരം മുഴങ്ങുന്ന കാതുകളിൽ. ആരെ ഞാൻ അയക്കേണ്ടു, ആരിനി പോയിടും, അരുമനദാ നിന്നിമ്പസ്വരം മുഴങ്ങുന്ന കാതുകളിൽ. പോയിടാം വൻകൊയ്ത്തിനായി വിളഞ്ഞ വയലുകളിൽ, നേടിടാം ഈ ലോകത്തേക്കാൾ വിലയേറും ആത്മാവിനെ. പോയിടാം വൻകൊയ്ത്തിനായി വിളഞ്ഞ വയലുകളിൽ, നേടിടാം ഈ ലോകത്തേക്കാൾ വിലയേറും ആത്മാവിനെ. ഹായ്, നല്ല പാട്ടായിരുന്നു, നല്ല പാട്ടായിരുന്നു. ആ കിറ്റിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല പാട്ട്, നല്ല പാട്ട്. ഇനി എന്താ പ്രോഗ്രാം? ഇനി വരുന്ന പ്രോഗ്രാം വേദഭാഗ വായനയാണ്. വേദഭാഗമോ? വേദഭാഗം നമ്മൾ എപ്പോഴും എങ്ങനെ കേൾക്കുന്നേ? ബൈബിൾ കൊണ്ട് വായിച്ചല്ലേ? ബൈബിൾ വെച്ച് വായിച്ചാണ് നമ്മൾ കേൾപ്പിക്കുന്നത് അല്ലേ? അതെ അതെ. ഇപ്പോൾ ഇതൊരു പ്രത്യേക രീതിയിൽ അനന്തുചേട്ടൻ വായിക്കുക. ആരാ അനന്തുചേട്ടൻ? അനന്തുചേട്ടൻ കാണാതെ പഠിച്ച് നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. കാണാതെ പഠിച്ചു? കാണാതെ പഠിച്ച് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. കിറ്റി പഠിക്കുവോ? പഠിക്കാം പഠിക്കാം. കിറ്റിയും പഠിക്കും. നമ്മുടെ കൂട്ടുകാരും പഠിക്കാൻ റെഡിയാണല്ലോ. വിഭജനവാരത്തിൻ്റെ ചിന്തയ്ക്ക് തന്നിരിക്കുന്ന ലേഖന വേദഭാഗം എഫെസ്യർ 3:20-21 വാക്യങ്ങൾ. എഫെസ്യർ 3:20-21 വാക്യങ്ങൾ. എന്നാൽ നാം ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നതിനും സഭയിലും ക്രിസ്തുയേശുവിലും എന്നേക്കും തലമുറ തലമുറയായും മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. സഭയിലും ക്രിസ്തുയേശുവിലും എന്നേക്കും തലമുറ തലമുറയായും മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. ഈ കേൾപ്പിക്കപ്പെട്ട വേദഭാഗത്താൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. കിറ്റി എന്തേ? നമുക്കിനി തിരുവചനം പഠിച്ചാലോ? പഠിക്കാം. തിരുവചനം പഠിക്കാം. നമ്മളെ ദൈവചനം പഠിപ്പിക്കാൻ വരുന്ന ആരെന്നറിയാമോ? ഇല്ല. സിജ എസ് രാജ്. അറിയാമോ? ഇല്ല. പേയാട് ഏരിയയിലെ നമ്മുടെ ഇറയങ്കോട് ഡിസ്ട്രിക്റ്റിലെ വെള്ളക്കട് സഭയിലെ ഒരു ചേച്ചിയാ. അറിയാമോ? ഇല്ല. VBS ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അറിയാം. സി ചേച്ചി അറിയാം. അറിയാം. ചേച്ചി അറിയാം. അപ്പോൾ നമുക്ക് ചേച്ചിയുടെ ഒരു പ്രസംഗം കേട്ടാലോ? എല്ലാവരും റെഡിയാണോ? റെഡിയാണ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സഭയിൽ സമാനതകളില്ലാതെ പ്രവർത്തിക്കുന്ന സംഘടനയാണ് യുവജന സംഘടന. വേദപുസ്തകം കാലോചിതമായി വ്യാഖ്യാനിക്കുന്നതിനും ധ്യാനിക്കുന്നതിനും ഇതിലൂടെ സാധിക്കുന്നു. കൊറോണ എന്ന മഹാമാരി അരങ്ങുവാണുകൊണ്ടിരിക്കുന്ന ഇന്നിൻ്റെ കാലഘട്ടത്തിൽ
എല്ലാ പ്രതിസന്ധികളും മറികടന്നുകൊണ്ട് ദക്ഷിണ കേരള മഹാ ഇടവക ഈ ആഴ്ച യുവജനവാരമായി ആഘോഷിക്കുന്നു. ഇതിന് നേതൃത്വം വഹിക്കുന്ന എല്ലാ ഭാരവാഹികളെയും ഈ സമയം ഞാൻ ഓർക്കുന്നു. നമ്മുടെ ചിന്താവിഷയം ശക്തിയെ ജ്വലിപ്പിക്കുക എന്നതാണ്. ശക്തിയെ ജ്വലിപ്പിക്കുക, ഇഗ്നൈറ്റ് ദി പവർ. അനാപ്തിതി ദിനാമി എന്നതാണ് ഇതിന് തത്തുല്യമായ യവനപദം. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 20-21 വചനങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നു. യൗവനം എന്നത് ശക്തിയുടെ പ്രതീകമാണ്. ശക്തിയെ ജ്വലിപ്പിക്കുവാൻ നമുക്ക് കഴിയുന്ന കാലഘട്ടം യൗവനം തന്നെയാണ്. ചടുലതയും ക്രിയാത്മകതയും വേഗതയും നിറഞ്ഞ കാലഘട്ടമാണ് യൗവനം. ഈ കാലഘട്ടത്തിൽ നാം ആത്മീയമായും ശാരീരികമായും ശക്തി പ്രാപിക്കണം. ശക്തി 2 തരത്തിലുണ്ട്. ആത്മീയമായ ശക്തിയും ഭൗതികമായ ശക്തി അഥവാ ശാരീരികമായ ശക്തി. നമുക്കറിയാം, നാം ഭക്ഷണം കഴിക്കുന്നതിലൂടെയും പിന്നെ നമ്മുടെ ദൈനംദിന ജീവിതത്തിലൂടെയും എല്ലാം നാം ശാരീരികമായ ശക്തി ആർജിക്കുന്നുണ്ട്. എന്നാൽ ആത്മീയമായ ശക്തി വളരെ പെട്ടെന്ന് ആർജിക്കുന്നത് വളരെ അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്രകാരം നമുക്ക് ആത്മീയമായ ശക്തി പ്രാപിക്കാം. പ്രാർത്ഥനയിലൂടെയും ദിവസേനയുള്ള വേദപുസ്തക പാരായണത്തിലൂടെയും ദൈവവചനത്തിലുള്ള അധിഷ്ഠിതമായ വിശ്വാസത്തിലൂടെയും മാത്രമേ ആത്മീയമായ ശക്തി നമുക്ക് കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. പ്രാർത്ഥനയിലൂടെ എപ്രകാരം നമുക്ക് ആത്മീയമായ ശക്തി പ്രാപിക്കാം? വേദപുസ്തക ചരിത്രം നാം പഠിക്കുമ്പോൾ ദാനിയേൽ, ഹന്ന തുടങ്ങിയവരെല്ലാം ജീവിത വിജയം പ്രാർത്ഥനയിലൂടെ നേടിയവരാണ്. പ്രാർത്ഥന എന്നത് അനുഗ്രഹത്തിൻ്റെ വാതിൽ തുറക്കുന്ന താക്കോലാണ്. നാമും ദൈവവും തമ്മിലുള്ള സംഭാഷണമാണ് പ്രാർത്ഥന. ഒരു മനുഷ്യന് ശ്വാസോച്ഛ്വാസം എത്രത്തോളം പ്രധാനപ്പെട്ടതാണോ അത്രത്തോളം പ്രാർത്ഥനയും പ്രധാനം തന്നെ. ഒരു ഫിലോസഫർ പറഞ്ഞത് ഇപ്രകാരമാണ്: പ്രേയർഫുൾ ക്രിസ്ത്യൻ ഈസ് പവർഫുൾ ക്രിസ്ത്യൻ, ബട്ട് പ്രേയർലെസ് ക്രിസ്ത്യൻ ഈസ് പവർലെസ് ക്രിസ്ത്യൻ. നമ്മുടെ ജീവിതത്തിൽ ശക്തി ഉണ്ടാകണമെങ്കിൽ, ആത്മീയമായി ഓരോ കാര്യത്തെയും തരണം ചെയ്യണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന അത്യാവശ്യം തന്നെ. എപ്രകാരം പ്രാർത്ഥിക്കണമെന്ന് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം വ്യക്തമാക്കുന്നു. ചേമ്പിലയിൽ വെള്ളം പറ്റി നിൽക്കാത്തതുപോലെ പ്രാർത്ഥനാപൂർണമായ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ പാപം പറ്റി നിൽക്കയില്ല. നാം എന്തിന് പ്രാർത്ഥിക്കണം? എപ്രകാരം പ്രാർത്ഥിക്കണം? ആർക്കു വേണ്ടി പ്രാർത്ഥിക്കണം? എങ്ങനെ പ്രാർത്ഥിക്കണം? ഇവയെല്ലാം പ്രസക്തമായ ചോദ്യം തന്നെയാണ്. ഒരു കഥ ഇപ്രകാരമാണ്. ഒരു കാട്, ആ കാട്ടിൽ ഒരു സന്യാസി ഉണ്ടായിരുന്നു. സന്യാസിക്ക് കുറച്ച് ശിഷ്യന്മാരുണ്ട്. അപ്പോൾ അവർ വളരെ സന്തോഷത്തോടെ അവർ കഴിയുകയാണ്. ഈ ഒരു സന്യാസി വളരെ ഭക്തനായിരുന്നു കൊണ്ട് തന്നെ എല്ലാ ദിവസവും വൈകുന്നേരം 6 മണിയാകുമ്പോൾ ഈ സന്യാസി തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചു ചേർത്ത് പ്രാർത്ഥിക്കും. അപ്പോൾ എല്ലാ ദിവസവും ഇവർ പ്രാർത്ഥിക്കും. പക്ഷേ ഈ പ്രശ്നം എന്ന് വെച്ചാൽ ഇവർ പ്രാർത്ഥിക്കുന്ന മുറിയിൽ ഒരു എലിയുണ്ട്. അപ്പോൾ ഈ എലി എപ്പോഴും ഇവർ ശല്യം ചെയ്യും. അത് ഏറ്റവും പ്രശ്നം എന്ന് വെച്ചാൽ എലിയെ പിടിക്കാൻ വേണ്ടി ഒരു പൂച്ച അവിടെയുണ്ട്. അപ്പോൾ എലി ഓടും, അതിന് പിറകെ പൂച്ച ഓടും. അതുകൊണ്ട് അവർക്ക് വളരെ നന്നായി പ്രാർത്ഥിക്കാൻ സാധിച്ചില്ല. കാരണം നമുക്ക് തന്നെ അറിയാം, നമ്മൾ എന്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര സൗണ്ട് കേൾക്കുകയാണെങ്കിൽ നമുക്ക് ഏകാഗ്രമായിട്ട് പ്രാർത്ഥിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ എലിയെ പിടിക്കാൻ വേണ്ടിയിട്ട് പൂച്ച ഓടുന്നത് കൊണ്ട് ഇവർക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഈ സന്യാസി വിചാരിച്ചു, ഇനി പ്രാർത്ഥിക്കുമ്പോൾ ഈ എലിയെ പിടിക്കാൻ പോകുന്ന പൂച്ചയെ കെട്ടിയിടണം. അപ്പോൾ എലി മാത്രമാകുമ്പോൾ വലിയ വിഷമമില്ലല്ലോ. അതുകൊണ്ട് ഈ എലിയെ പിടിക്കുന്ന പൂച്ചയെ കെട്ടിയിട്ട് പ്രാർത്ഥിക്കാനായിട്ട് നമ്മുടെ സന്യാസി തീരുമാനിച്ചു. അപ്പോൾ സന്യാസി എല്ലാ ദിവസവും പൂച്ചയെ കെട്ടിയിട്ട് കൃത്യം 6 മണിക്ക് തന്നെ പ്രാർത്ഥിക്കും. ഇങ്ങനെ പ്രാർത്ഥിച്ച് കുറേ കാലം കഴിഞ്ഞപ്പോൾ സന്യാസി മരിച്ചു. അപ്പോൾ സന്യാസി മരിച്ചപ്പോൾ ശിഷ്യന്മാർ ഒന്നും ചിന്തിച്ചില്ല. ശിഷ്യന്മാർ ഇലയെ പിടിക്കാൻ പോയ പൂച്ചയെ കെട്ടിയിട്ട് തന്നെ പ്രാർത്ഥന തുടർന്നുകൊണ്ടേയിരുന്നു. എല്ലാ ദിവസവും ഇവർ പ്രാർത്ഥിച്ചു. പക്ഷെ ഒരു ദിവസം അങ്ങനെ ഇരിക്കെ ഈ പൂച്ച അങ്ങ് ചത്തുപോയി. ഈ പൂച്ച ചത്തുപോയപ്പോൾ ശിഷ്യന്മാർ ചിന്തിച്ചത്, ഞങ്ങൾ ഇനി എങ്ങനെ പ്രാർത്ഥിക്കുമെന്നാണ്. അവർ വേറെ ഒന്നും ചെയ്തില്ല. വളരെ കഷ്ടപ്പെട്ട് അതേപോലൊരു പൂച്ചയെ കാട്ടിൽ നിന്ന് കണ്ടെത്ത് കൊണ്ടുവന്ന് കെട്ടിയിട്ട് പ്രാർത്ഥിച്ചു. ഒരു നിമിഷം നാം ചിന്തിക്കുക, ഈ ശിഷ്യന്മാരെ പോലെയാണോ നമ്മുടെ ഇന്നിൻ്റെ യുവാക്കൾ? പ്രാർത്ഥനയുടെ ശരിയായ അർത്ഥം മനസ്സിലാക്കാത്ത ഒരു കൂട്ടം യുവാക്കളാണ് ഇന്ന് നമ്മുടെ ചുറ്റും ഉള്ളത്.
അതിൽ നിന്നും ആത്മീയമായ ശക്തി കൈവരിക്കേണ്ടത് വളരെ അത്യാവശ്യം തന്നെ എന്ന് ഓർത്തുകൊണ്ട് ഓരോ യുവതി യുവാക്കളും പ്രാർത്ഥനയിൽ ജീവിതം നയിക്കണം. ദൈവവചന പാതയ്ക്ക് പ്രകാശമായി ശോഭിച്ചാൽ മാത്രമേ ആത്മീയമായി നമുക്ക് പെരുമാറുവാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായ ശക്തി കൈവരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാകും. പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ ആത്മീയമായ ശക്തി അത്യാവശ്യം തന്നെയാണ്. അപകടം പതിയിരിക്കുന്ന പാതകൾ ഒഴിവാക്കി സുരക്ഷിതമായ പാത തിരഞ്ഞെടുക്കുന്നത് മനുഷ്യ സഹജമായ വാസനയാണ്. എന്നാൽ ദൈവവചനം നമ്മെ അപകടം പതിയിരിക്കുന്ന പാതയിലും സധൈര്യം മുന്നേറാൻ സഹായിക്കുന്നു. ആത്മീയമായ ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ അപകടം പതിയിരിക്കുന്ന പാതയിൽ സധൈര്യം മുന്നേറുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ വ്യക്തിയാണല്ലോ ഇയ്യോബ്. ഇയ്യോബിൻ്റെ പുസ്തകം നാം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇയ്യോബ് വളരെ ധനികനായൊരു വ്യക്തിയായിരുന്നു. പക്ഷേ ഒരു ദിവസം ഇയ്യോബിൻ്റെ കാളകളെയും പെൺകഴുതകളെയും എല്ലാം ശെബായരും പിടിച്ചുകൊണ്ടുപോയി. അന്ന് തന്നെ യോബിൻ്റെ ഒട്ടകങ്ങൾ എല്ലാം കൽദേറും പിടിച്ചുകൊണ്ടുപോയി. യോബിൻ്റെ മക്കളെല്ലാം വലിയൊരു കൊടുങ്കാറ്റിൽപ്പെട്ട് മരണപ്പെട്ടു. യോബിൻ്റെ ദേഹമാസകലം പരുക്കളാൽ ബാധിക്കപ്പെട്ടു. ഇപ്രകാരം യോബിൻ്റെ ജീവിതത്തിലുണ്ടായ പ്രതിസന്ധികൾ ഏറെയാണ്. എങ്കിലും യോബ് പറഞ്ഞത് ഇപ്രകാരമാണ്: യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്നാണ്. നാം ഒരു നിമിഷം ഒന്ന് ചിന്തിക്കുക, നമുക്ക് ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ഇപ്രകാരം പറയുവാൻ സാധിക്കുമോ എന്ന്. ആത്മീയമായ ശക്തി, ആത്മീയമായ ഉറപ്പ്, ക്രിസ്തുവിലുള്ള ഉറപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇന്നിൻ്റെ കാലഘട്ടത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ യുവാക്കൾ മദ്യപാനത്തിനും മയക്കുമരുന്നിനും അടിമകളാകുന്നു. നാം ഒരു നിമിഷം ചിന്തിക്കുക, ആത്മീയമായ ശക്തി ദൈവവചനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും നാം ആർജിക്കുന്നുണ്ടോ എന്ന്. രണ്ടാമതായി, പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ നമുക്ക് ആത്മീയ ശക്തി അത്യാവശ്യം തന്നെയാണ്. ഉൽപ്പത്തി പുസ്തകം 39 അധ്യായം 7 മുതൽ 14 വരെയുള്ള വചനങ്ങളിൽ യോസേഫ് പ്രലോഭനങ്ങളെ അതിജീവിച്ചതായി കാണുവാൻ സാധിക്കുന്നു. യോസേഫ് പോത്തിഫറിൻ്റെ ഭാര്യയുടെ മുന്നിൽ ആത്മീയ ശക്തിയോടുകൂടെ പോരാടി. അദ്ദേഹം പരീക്ഷയെ വിജയിച്ചു. നാം ചിന്തിക്കുക, നാം ഇപ്രകാരമുള്ള പ്രലോഭനങ്ങളെ അതിജീവിക്കുന്നവരാണോ അല്ലയോ എന്ന്. നമുക്ക് ലഭിച്ച ആയുസ് എത്രയോ വിലയേറിയതാണ്, എത്രയോ മനോഹരമാണ്. ഈ മനുഷ്യായുസിൽ നാം ഓരോരുത്തരും ആത്മീയമായ ശക്തി കൈവരിക്കേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ്. മനുഷ്യൻ അമർത്യമായതിനെ മറന്ന് മർത്യതയിലേക്കും അനശ്വരമായതിനെ മറന്ന് നശ്വരതയിലേക്കും ഓടുവാൻ വെമ്പുന്ന കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ഇന്നായിരിക്കുന്നത്. അത്യന്താധുനിക സൈബർ യുഗം എന്ന സംജ്ഞ വ്യക്തി സ്വകാര്യതയിലും സാമൂഹിക മാനങ്ങളിലും ആത്മീയ താളങ്ങളിലും ദൃശ്യമായി കൊണ്ടേയിരിക്കുന്നു. നമ്മുടെ ജീവിത പരിസരങ്ങൾ വളരെ പെട്ടെന്നാണ് മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്നത്. ഇൻ്റർനെറ്റും സോഷ്യൽ മീഡിയയും ചേർന്നുള്ള ഒരു ആവാസ വ്യവസ്ഥയാണ് ഇന്നിൻ്റെ കാലഘട്ടം. ഇന്നിൻ്റെ കാലഘട്ടത്തിൽ ക്രൈസ്തവ മൂല്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ശാരീരികമായ ശക്തിയോടൊപ്പം ആത്മീയമായ ശക്തിയും ഉണ്ടെങ്കിൽ മാത്രമേ ക്രൈസ്തവ മൂല്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ആത്മീയമായ ശക്തിയുള്ളവരായി, ക്രൈസ്തവ മൂല്യമുള്ളവരായി, ക്രിസ്തുവിൻ്റെ ഭാവത്തോടുകൂടി ജീവിക്കുവാൻ നമ്മെ ഓരോരുത്തരെയും കർത്താവായ യേശു ക്രിസ്തു സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടും ആശംസയോടും ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ എവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. കിറ്റി എന്തേ നമ്മുടെ സിയ ചേച്ചിയുടെ ദൈവവചനം ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ ദൈവവചനം കേട്ടു, എന്താ പ്രാർത്ഥിച്ചു. ഇനി നമുക്ക് ഡാൻസിലേക്ക് കടന്നാലോ? കടക്കാം. എല്ലാവരുടെയും സന്തോഷം കണ്ടോ? നമ്മുടെ പാപ്പാട് സഭയിലെ 2 ചേച്ചിമാർ അവതരിപ്പിക്കുന്ന ഒരു ഡാൻസിലേക്ക് പോകാമോ? പോകാം.
മഴവില്ലും കുളിരേകും മന്ദമാരുതനും മാനത്തു ചായമേകും അഴകെഴും മഴവില്ലും കുളിരേകും മന്ദമാരുതനും പ്രകൃതിയെ നോക്കി ഞാൻ പുഞ്ചിരിക്കും നിൻ സൃഷ്ടികളെത്ര അതിമോഹനം നീ മൊഴിഞ്ഞാൽ അതു മലരായിടും നീ കനിഞ്ഞാൽ അതു കതിരായിടും മാനത്ത് മിന്നുന്ന താരങ്ങളും മാനത്തെ പൂനിലാവും മാനത്ത് മിന്നുന്ന താരങ്ങളും മാനത്തെ പൂനിലാവും പകൽ യാത്രയായി വരും സന്ധ്യയും കിളികൂജനവും എത്ര ചേതോഹരം നീ മൊഴിഞ്ഞാൽ അതു മലരായിടും നീ കനിഞ്ഞാൽ അതു കതിരായിടും നീ മൊഴിഞ്ഞാൽ അതു മലരായിടും നീ കനിഞ്ഞാൽ അതു കതിരായിടും നിറവർണ്ണങ്ങളായി മാറിടും യേശുവേ എൻ ജീവിതം. നമുക്കടുത്ത് ദൈവത്തിനടുത്തൊന്ന് പ്രാർത്ഥിച്ചാലോ? പ്രാർത്ഥിക്കാം. അടുത്തതായിട്ട് ഒരു മധ്യസ്ഥ പ്രാർത്ഥനയാണ്. മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്കറിയല്ലോ എന്താ? ദൈവത്തിനോട് നമ്മൾ മുട്ടിമേ നിന്ന് കൈകൾ കൂപ്പി കണ്ണടച്ച് നമ്മുടെ ആവശ്യം പറയുമ്പോൾ ആര് നിറവേറ്റി തരും? യേശുപ്പച്ചൻ. യേശുപ്പച്ചൻ നിറവേറ്റി തരും. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വരുന്നത് കുറകോണം സഭയിലെ അജിൻ സുശേഷരാണ്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി പോയാലോ കിറ്റി? പോവാം. എല്ലാവരും കൈകൾ കുപ്പി കണ്ണടച്ച് പ്രാർത്ഥിച്ചേ. സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് ഇത്ര ശുഭവും ഇത്ര മനോഹരമാകുന്നുവെന്ന് ഞങ്ങളെ പഠിപ്പിച്ച ദൈവമേ സ്വർഗീയ പിതാവേ, ദക്ഷിണകള മഹായിടവകയുടെ കർത്താവേ, യുവജനവാരവുമായി ബന്ധപ്പെട്ട് കലാസന്ധ്യയും യുവജനവാരാഘോഷവും ഒരുമിച്ച് ആഘോഷിപ്പാൻ ഈ നാളുകൾ ഞങ്ങളെ സഹായിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം. ദക്ഷിണകള മഹായിടവകയെ കർത്താവ് യുവജന പ്രസ്ഥാനത്തിനായി പ്രാർത്ഥിക്കുന്നു. അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. പ്രസ്ഥാനത്തിന് കർത്താവിന് നൽകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ ശക്തമായ ശുശ്രൂഷകൾ, സേവനങ്ങൾ ഞങ്ങളുടെ മഹായിടവകയ്ക്കും യുവജന പ്രസ്ഥാനത്തിനും ഒരുപോലെ അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ അവിടെ നിന്ന് സഹായിക്കുന്നതിനായി സ്തോത്രം. കർത്താവേ, പേയാട് ഏരിയയുടെ യുവജന പ്രസ്ഥാനത്തെയും ദൈവസമയം ദൈവകരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ. പേയാട് ഏരിയയുടെ കർത്താവ്യ പ്രസ്ഥാനത്തിന് നൽകുവാൻ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ അവിടെ നിന്ന് ഒരുക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം. ഈ നാളുകളിൽ കർത്താവേ, യുവജന പ്രസ്ഥാനത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും പ്രോഗ്രാമുകളിലും നാഥന്റെ കൃപ പകരുന്നതിനായി നന്ദിയോടെ അങ്ങ് സ്തുതിക്കുന്നു. നൽകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുന്ന് ഒരുപോലെ അനുഗ്രഹിക്കുന്നതിനായി നന്ദിയോടെ അങ്ങ് സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. യുവതകാലം സൃഷ്ടാവിനെ ഓർത്ത് ജീവിപ്പാൻ ഞങ്ങളെ പഠിപ്പിച്ച കർത്താവേ, യുവതകാലത്തിൽ ഞങ്ങൾ അങ്ങിൽ ആശ്രയിച്ചുകൊണ്ട് അങ്ങയുടെ മുഖത്തേക്ക് നോക്കി ജീവിക്കുവാനും ഞങ്ങളങ്ങയുടെ കർത്താവെ മഹത്വമേറിയ ശുശ്രൂഷകൾ നിറവേറ്റുവാനും ഞങ്ങളെ സഹായിക്കുകയും ഒരുക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി യുവജനവാരാഘോഷവും കലാസന്ധ്യയും അവിടുന്ന് അനുഗ്രഹിക്കണമേ.
ഇന്ന് ഓരോ ഭാഗമേറ്റ് നടത്തുന്ന എല്ലാ മക്കളുടെ മേലും അവിടുത്തെ കൃപ പകരണമേ. വചനത്തിലൂടെയും പാട്ടുകളിലൂടെയും ആശംസകളിലൂടെയും കർത്താവേ, മറ്റിതര പ്രോഗ്രാമുകളിലൂടെ അങ്ങയുടെ നാമോദത്തിനായി ഞങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഞങ്ങൾക്ക് മാത്രമല്ല നാഥ, ശ്രമിക്കുന്ന എല്ലാവർക്കും ഒരുപോലെ കർത്താവേ ശുശ്രൂഷ അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം കർത്താവെ ചിന്തമായും ഉചിതമായും നിർവഹിക്കാനുള്ള കൃപകളെ അവിടുന്ന് പകരുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. തുടർന്ന നാടുകളിലും കർത്താവെ അങ്ങേക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ എല്ലാ യുവ സഹോദരങ്ങളെയും അവിടെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. COVID-19 എന്ന മഹാമാരി കർത്താവെ ഈ നാളുകളിൽ നടന്നിരിക്കുന്ന അവസരങ്ങളിൽ കർത്താവെ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ശാന്തിയോടുകൂടെ പ്രവർത്തിക്കുവാനും ഒരു നാൾ കർത്താവെ ഈ പ്രതിസന്ധികളെല്ലാം മാറുമെന്നുള്ള പ്രത്യാശയിൽ ഞങ്ങളുടെ ആലയങ്ങളിൽ ഞങ്ങൾ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ കർത്താവെ ശക്തമായി നിറവേറ്റുവാൻ കഴിയുമെന്നുള്ള കർത്താവ് ചിന്തയിൽ സന്തോഷത്തിൽ ഞങ്ങൾ മുന്നേറുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണം. കൃപയെ ഞങ്ങളെ കാക്കണം. ശുശ്രൂഷയുടെ ആരംഭം മുതൽ ഈ നിമിഷം വരെയും അവിടുത്തെ കൃപ വരുന്നതേക്കായി സ്തോത്രം. തുടർന്നുള്ള സമയം അവിടുത്തെ അനുഗ്രഹത്തെ പകരണം. തുടർന്നുള്ള പ്രവർത്തനങ്ങളെ അവിടുന്ന് മാനിക്കണം. കൃപയിൽ വഴിനടത്തണം. ക്രിസ്തു മൂലം ഞങ്ങളുടെ പ്രാർത്ഥനയേക്കണം. പ്രിയ പിതാവേ, ആമേൻ. സ്വർഗ്ഗസ്നായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശദീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരീഷ്ടപ്രദ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം നൽകണമേ. ഞങ്ങളുടെ കാര്യങ്ങൾ ശംസിക്കുന്ന പോലെ ഞങ്ങളുടെ പാവടങ്ങളോട് ക്ഷമിക്കണം. രാജ്യവും ശക്തിയും മഹത്വവും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. കിറ്റി എന്തേ? നമ്മുടെ സൺഡേ സ്കൂളിന്റെ സ്ഥാപകൻ ആരാണ്? റോബർട്ട് റൈസ്. റോബർട്ട് റൈസ് മിടുക്കനാ. നമ്മുടെ യേശുപ്പച്ചനെ നമ്മുടെ ശിശുക്കളെ തടഞ്ഞവരോട് എന്താ പറഞ്ഞേ? ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടുക്കരുത്. അവരെ തടുക്കരുത്. ഇതിനെ ആസ്പദമാക്കി ഇറയങ്കോടിലെ ചേട്ടന്മാരും ചേച്ചിമാരും കൊച്ചു കൂട്ടുകാരും വളരെ ഒരു ഷോർട്ട് ഫിലിം ഒരുക്കുകയാ. ഷോർട്ട് ഫിലിമോ? ഷോർട്ട് ഫിലിം ഒരുക്കുകയാണ്. പാട്ടുകളിലൂടെയും ആക്ഷൻ സോങ്ങിലൂടെയും കഥകളിലൂടെയും നമ്മെ രസിക്കുവാൻ വേണ്ടി അവർ വരികയാണ്. കിറ്റി റെഡിയാണോ? റെഡിയാണ്. കിറ്റി റെഡിയാണ്. അപ്പോൾ നമ്മുടെ കൂട്ടുകാർ റെഡിയാണോ? കിറ്റി റെഡിയാണ്. യെസ്. സൺഡേ സ്കൂൾ അഥവാ ഞായറാഴ്ച പള്ളിക്കൂടം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആരെയാണ് ഓർമ്മ വരുന്നത്? കുഞ്ഞുങ്ങളും ഫാക്ടറികളിലേക്ക് ജോലിക്കായിട്ട് പറഞ്ഞു വിട്ടു. അത് കാണാനിടയായ റോബർട്ട് റൈസ് വളരെയധികം ദുഃഖിതനായി. അതിനെന്ത് പരിഹാരം കൊടുക്കാം എന്ന് ആലോചിച്ചപ്പോൾ അദ്ദേഹം മെർദിൻ എന്ന വനിതയുടെ വീട്ടിൽ ഈ കുഞ്ഞുങ്ങളെല്ലാം ക്ഷണിച്ചു. എന്നാൽ അത് ഒരു കൂട്ടം കുഞ്ഞുങ്ങൾ എന്ത് ചെയ്തു? നിരസിക്കുകയാണ് ഉണ്ടായത്. കുറച്ച് കുഞ്ഞുങ്ങൾ അദ്ദേഹത്തോടൊപ്പം മെർദിന്റെ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്ന ആ കുഞ്ഞുങ്ങള് അദ്ദേഹം പുതിയ വസ്ത്രങ്ങളും നല്ല ഭക്ഷണമൊക്കെ കൊടുത്തു. അതോടൊപ്പം യേശുവിൽ കൂടെയുള്ള രക്ഷയെക്കുറിച്ച് വിളിച്ചു. അങ്ങനെ അന്ന് തുടങ്ങിയ ആ സൺഡേ സ്കൂൾ ഇന്ന് ലോകമെമ്പാടും പടർന്ന് പന്തലിച്ച് നിൽക്കും. അല്ലേ? നമുക്ക് എല്ലാവർക്കും ഇന്ന് സൺഡേ സ്കൂളിൽ വന്നിരുന്ന് ഇതുപോലെ പഠിക്കാനായിട്ടുള്ള ഒരു അവസരം റോബർട്ട് റൈസ് തുടങ്ങി വെച്ച ആ പ്രസ്ഥാനത്തിലൂടെ ഇന്ന് കഴിയും. നിങ്ങൾക്കറിയാം, നമ്മളിവിടെ കണ്ടു ഫാക്ടറികളിലൊക്കെ ആരെ കൊണ്ടാണ് ജോലി ചെയ്യിച്ചത്? കുട്ടികളെ കൊണ്ടാണ് ജോലി ചെയ്യിച്ചത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും കുഞ്ഞുങ്ങൾ ഇതുപോലെ ജോലി ചെയ്യുന്നത്? എവിടെയാ കണ്ടിട്ടുള്ളത്? വർക്ക്ഷോപ്പുകളില്, പിന്നെ ഫാക്ടറികളില്, ഹോട്ടലുകളില് ഒക്കെ കുഞ്ഞുങ്ങളെ കൊണ്ട് പണിയെടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഭാരതത്തിൽ, ഈ കൊച്ചു കേരളത്തിൽ പോലും അങ്ങനെ കഷ്ടത അനുഭവിക്കുന്ന അല്ലെങ്കിൽ ബാലവേല ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് കുഞ്ഞുങ്ങൾ നമ്മുടെ സമൂഹത്തിൽ തന്നെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ കൈതാങ്ങാനും യേശുവിനെ കുറിച്ചുള്ള യേശുവിന്റെ സ്നേഹത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കാനും ഈ സൺഡേ സ്കൂൾ എന്ന വലിയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും എന്ത് ചെയ്യണം? കഴിയണം. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ സ്കൂളുകളിലായിരുന്നാലും നിങ്ങളുടെ ചുറ്റുവട്ടത്തായിരുന്നാലും നിങ്ങൾ ആരെക്കുറിച്ച് സാക്ഷിക്കണം? യേശുവിനെ കുറിച്ച് സാക്ഷിക്കണം. അതിന് നമ്മെ സർവശക്തനായ ദൈവം പ്രാപ്തരാക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അഴകുള്ള ചുണ്ടിൽ ചിരിമാഞ്ഞതെന്തേ? അഴകുള്ള ചുണ്ടിൽ ചിരിമാഞ്ഞതെന്തേ? കനിവിന്നു തേടുന്ന പൈതലേ, അലിവിന്നു കേഴുന്ന
കേഴുന്നൊരോമലെ കാണുന്നതിൽ ഇന്ന് ലോകവും കാണാതെ പോകുന്നു നമ്മളും. കൺതുറക്കൂ, നാം സംഘടിക്കൂ, ഒരു മനസ്സായി ഇന്ന് പ്രതികരിക്കാം. ബാലവേല ഇനി വേണ്ടി വീട്, ഒരു കുഞ്ഞിന്റെ തേങ്ങലും വേണ്ടി വീട്. ബാലവേല ഇനി വേണ്ടി വീട്, ഒരു കുഞ്ഞിന്റെ തേങ്ങലും വേണ്ടി വീട്. അഴകുള്ള ചുണ്ടിൽ ചിരിമാഞ്ഞതെന്തേ, അഴകുള്ള ചുണ്ടിൽ ചിരിമാഞ്ഞതെന്തേ. കനിവിന്നു തേടുന്ന പൈതലേ, അലിവിന്നു കേഴുന്നൊരോമലെ കാണുന്നതിൽ ഇന്ന് ലോകവും കാണാതെ പോകുന്നു നമ്മളും. കൺതുറക്കൂ, നാം സംഘടിക്കൂ, ഒരു മനസ്സായി ഇന്ന് പ്രതികരിക്കാം. ബാലവേല ഇനി വേണ്ടി വീട്, ഒരു കുഞ്ഞിന്റെ തേങ്ങലും വേണ്ടി വീട്. ബാലവേല ഇനി വേണ്ടി വീട്, ഒരു കുഞ്ഞിന്റെ തേങ്ങലും വേണ്ടി വീട്. നന്മ നിറയുന്ന ഭാരതം, ഒരു നല്ല കരുത്തുള്ള ഭാരതം. പിഞ്ചു പൈതങ്ങളെ എന്നും കാക്കുന്ന പുണ്യമൊഴുകുന്ന ഭാരതം. നമ്മളൊന്നായൊരുക്കുമീ ഭാരതം. ഭാരതം എന്റെ ഭാരതം, ഭാരതം എന്റെ ഭാരതം, ഭാരതം എന്റെ ഭാരതം. നന്മ നിറയുന്ന ഭാരതം, ഒരു നല്ല കരുത്തുള്ള ഭാരതം. പിഞ്ചു പൈതങ്ങളെ എന്നും കാക്കുന്ന പുണ്യമൊഴുകുന്ന ഭാരതം. നമ്മളൊന്നായൊരുക്കുമീ ഭാരതം. ഭാരതം എന്റെ ഭാരതം, ഭാരതം എന്റെ ഭാരതം. കിറ്റി, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? എന്താ? കിറ്റിക്ക് ഭരതനാട്യം അറിയാമോ? ഇല്ല. നാടോടി നൃത്തമോ? ഇല്ല. ഇതൊന്നും അറിഞ്ഞൂടെങ്കിലും കിറ്റിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സംഘനൃത്തം വരുന്നുണ്ട്. സംഘനൃത്തമോ? ഹായ്, കൊള്ളാലോ. സംഘനൃത്തം കളിക്കുന്നത് നമ്മുടെ മാവട്ടുകുണം സഭയിലെ കൊച്ചുകൂട്ടുകാരാ. വളരെ രസമായിട്ടാ അവരെ കളിക്കുന്നേ. കിറ്റി കാണാൻ റെഡിയാണോ? റെഡിയാണ്, റെഡിയാണ്. എനിക്ക് നല്ല ഇഷ്ടമാണ്. കിറ്റിക്ക് ഒരുപാട് ഇഷ്ടമാണ്. നമ്മുടെ കൂടെ റെഡിയാണല്ലോ? യെസ്. അപ്പൊ നമുക്ക് നമ്മുടെ കൂട്ടുകാരുടെ സംഘനൃത്തത്തിലേക്ക് പോകാം.
കിറ്റി എന്തേ? നമ്മുടെ ചേച്ചിമാരുടെ നൃത്തം കണ്ടു, ചേട്ടന്മാരുടെ ഒരു ഷോർട്ട് ഫിലിം കണ്ടു, ഇനി നമ്മുടെ ഒരു കൊച്ചു കൂട്ടുകാരുടെ ഒരു ആക്ഷൻസും കണ്ടാലോ? റെഡിയാണോ? റെഡിയാണ്. റെഡിയാണ്. നമ്മുടെ ക്രിസ്താശ്രമം CSI സഭയിലെ കൊച്ചു കൂട്ടുകാർ ഒരു വളരെ നല്ല ഒരു ഇംഗ്ലീഷ് പാട്ടിന് ആക്ഷനുമായി വരികയാണ്. കിറ്റി റെഡിയാണോ? റെഡിയാണ്. റെഡിയാണ്. നമ്മുടെ കൂടെ റെഡിയാണല്ലോ. നല്ല ആക്ഷൻ സോങ്ങിലേക്ക് നമുക്ക് പോകാം. The world is searching for an answer, a ray of hope in a hopeless world. Who can we turn to? Where is our rescue? There is someone, he's the answer. He's the light and he'll light the way. His name is Jesus, and he came to save us. He is the light, 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 light of the world, and he shines all over the earth, shining bright, bright, bright. He is the light of the world. He is the light, 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 light of the world, and he shines all over the earth, shining bright, bright, bright. He is the light of the world. The world is searching for an answer, a ray of hope in a hopeless world. Who can we turn to? Where is our rescue? There is someone, he's the answer. He's the light and he'll light the way. His name is Jesus, and he came to save us. He is the light, 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 light of the world, and he shines all over the earth, shining bright, bright, bright. He is the light of the world. He is the light, 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 light of the world, and he shines all over the earth, shining bright, bright, bright. He is the light of the light of the world, and he shines all over the earth, shining bright, bright, bright. He is the light of the world. കിറ്റി പള്ളിയിൽ കാണിക്ക കൊടുക്കാറുണ്ടോ? കൊടുക്കാറുണ്ട്. കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ദൈവത്തിന് ദശാംശം കൊടുക്കാറുണ്ടോ? കൊടുക്കാറുണ്ട്. കൊടുക്കാറുണ്ട്. ഇതൊന്നും കൊടുക്കാതിരുന്നാൽ നമ്മുടെ ജീവിതം എന്താവുമെന്ന് കിറ്റിക്ക് അറിയാമോ? ഇല്ല, കിറ്റിക്ക് അറിയില്ലല്ലേ. ഒരു കൂട്ടം യുവാക്കൾ അങ്ങനെ ചെയ്യാതിരുന്നാൽ എന്ത് സംഭവിക്കും എന്ന് വന്നിട്ടുണ്ട്. ആരാ അത്? മലയ സഭയിലെ കൂട്ടുകാരാ. നമുക്ക് നമ്മുടെ അവരുടെ ഷോർട്ട് ഫിലിം കണ്ടാലോ? റെഡിയാണോ? റെഡിയാണ്. അപ്പോൾ കിറ്റി റെഡിയാണ്. നിങ്ങൾ റെഡിയാണോ? ഹലോ എടേ, അളിയ ഇന്നലെ എടുത്ത കല്യാണത്തിന്റെ ഫോട്ടോയൊക്കെ ഒന്ന് വാട്സപ്പ് ഇട്ടിരാട്ടോ. മക്കളെ, എന്തോപ്പാ? ഇന്ന് പള്ളിയിൽ പോകണം. ഈ കവർ വെക്കണം. ദശാംശമാണ്. എനിക്കിന്ന് വയ്യ. ഒന്നാതെ കൊറോണ 40 ഒക്കെ കയറാൻ പറ്റുള്ളൂ. ഞാനിവിടെ പോയി വരെയൊക്കെ വന്നു എനിക്കൊന്നും വയ്യ. പറയടിയാ. മാളിലൊരു ഓഫർ വന്നിട്ടുണ്ട്. 500 രൂപയ്ക്ക് 3 ഷർട്ട്. നീ പൈസ സെറ്റ് ആക്കിയിട്ട് വിളി.
നോക്കട്ടെ സെറ്റ് ഞാൻ വിളിക്കാം. ഓക്കെ അപ്പൊ ഞാൻ പോവാ, തന്നാ മതി. എന്റെ പോക്ക് കണ്ടപ്പോഴേ തോന്നി ഇന്ന് വീഴാൻ തന്നെ. ചുമ്മാ കൊറോണ വല്ലോണ്ടെന്ന് ആർക്കറിയാം. മാസ്ക് എടുത്തു അല്ലേ? ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിന് നഷ്ടമായാൽ അവൻ എന്ത് പ്രയോജനം? മത്തായി 16:26 ഓർക്കുക, പാപത്തിന് ശമ്പളം മരണമത്രേ. 10% അത് ദൈവത്തിനുള്ളതാണ്. നമ്മളത് ദൈവത്തിന് കൊടുക്കുമ്പോൾ 10 ഇരട്ടിയായി നമുക്ക് തിരികെ ലഭിക്കും. ആ അപ്പൻ തന്റെ അവസാന സമ്പാദ്യത്തിൽ നിന്ന് ദൈവത്തിന് കൊടുക്കാൻ തയ്യാറായപ്പോൾ തന്റെ സ്വന്തം മകൻ അനന്യ സഫീറെ പോലെ കള്ളം കാണിച്ചു. കർത്താവ് അവരുടെ ജീവനെടുത്തു. യുവാക്കളായ നമ്മൾ എപ്പോഴും ഓർക്കുക, ദൈവത്തെ നമ്മൾ അറിഞ്ഞുകൊണ്ട് കബളിപ്പിക്കരുത്. കർത്താവിനെ നമ്മൾ സ്നേഹിച്ചാൽ അവൻ നമ്മെ ഇരട്ടിയായി സ്നേഹിക്കും. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. സങ്കീർത്തനങ്ങൾ 34 5-6 കിറ്റി, നമുക്കൊരു കഥാപ്രസംഗം കേട്ടാലോ? ഹായ്, കഥാപ്രസംഗോ? മാന്യസദസ്സിന് എൻ്റെ വിനീത നമസ്കാരം. നിങ്ങളുടെ അനുഗ്രഹായുസുകളോടുകൂടി ഞാനിത് ആരംഭിക്കുന്നു. കള്ളക്കഥയല്ല, കെട്ടുകഥയല്ല, പൊള്ളത്തരങ്ങളിതൊന്നുമില്ല. നൂറ്റാണ്ടുകൾ മുമ്പ് യഹൂദ്യ നാട്ടിലെ സംഭവമായൊരു ചരിത്രകഥ. നൂറ്റാണ്ടുകൾ മുമ്പ് യഹൂദ്യ നാട്ടിലെ സംഭവമായൊരു ചരിത്രകഥ. അതെ, നമുക്കെല്ലാം സുപരിചിതമായ ആ കഥ. അതാണ് നമ്മുടെ കഥാനായകൻ യോഹന്നാൻ സ്നാപകൻ. യോഹന്നാൻ സ്നാപകനെ കുറിച്ച് നമുക്കറിയാം. യേശു സ്നാനമേൽക്കുന്നതിന് മുമ്പേ യേശുവിനെ കുറിച്ച് ലോകത്തിൽ വിളിച്ചു പറഞ്ഞവൻ. കർത്താവിനു വഴിയൊരുക്കുവിൻ, അവന്റെ പാത നിരപ്പാക്കുവിൻ, അവന്റെ ചെരുപ്പിന്റെ വാരഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. ഇങ്ങനെ ലോകത്തെ വിളിച്ചറിയിച്ച യോഹന്നാൻ എങ്ങനെയുള്ള വ്യക്തിയാണെന്ന് അറിയണ്ടേ? നാം ഒരാളെ കുറിച്ച് പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. പ്രത്യേകിച്ച് നമ്മുടെ കഥാനായകനായ യോഹന്നാൻ സ്നാപകനെ കുറിച്ച്. ഒട്ടകരോമം കൊണ്ടുള്ളൊരുടുപ്പും അരയിൽ നല്ലൊരു തോൾവാരും ആഹാര പാനീയ മീൻമകൾ കേട്ടാ വിട്ടുകിളിയും കാട്ടുതേനും. ആഹാര പാനീയ മീൻമകൾ കേട്ടാൽ വിട്ടുകിളിയും കാട്ടുതേനും. അങ്ങനെ ശ്രേഷ്ഠനായ യോഹന്നാൻ സ്നാപകൻ യഹൂദിയിലുടനീളം യേശുവിനെ കുറിച്ചും ദൈവത്തിന്റെ വചനങ്ങളെ കുറിച്ചും ജനങ്ങളെ വിളിച്ചറിയിച്ചു കൊണ്ട് നടന്നു. സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോവുക നിങ്ങളെ ഉപദേശിച്ചതാർ. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ. ഇങ്ങനെ നാടുനീളം സുവിശേഷം അറിയിച്ച് അധികം അന്നത്തെ രാജാവായ ഹെരോദാവിന്റെ വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ചും നാട്ടുകാരെ ധരിപ്പിച്ചു. സോദര ഫാരിയെ തട്ടിയെടുത്തു ഫാരിയാക്കിയ രാജൻ
ദുർഗാമിയായ രാജൻ ഈ യഹൂദവാഴും രാജൻ, ദുർഗാമിയായ രാജൻ ഈ യഹൂദവാഴും രാജൻ. ഈ വാർത്ത വളരെ പെട്ടെന്ന് തന്നെ ഹെരോദാവ് അറിഞ്ഞു. പിന്നെ ഒട്ടും താമസിക്കാതെ പടയാളികളെ വിട്ട് യോഹന്നാനെ പിടിച്ച് തുറങ്കലിലടച്ചു. ദിവസങ്ങൾ ആഴ്ചകൾ മാസങ്ങളായി കടന്നുപോയി. അങ്ങനെയിരിക്കെ ഹെരോദാവിന്റെ ജന്മദിനം വളരെ ആർഭാടമായി മകൾ ശലോമി നൃത്തത്തോടെ ആരംഭിച്ചു. വെള്ളിച്ചില്ല അണിഞ്ഞ കയ്യിൽ പൊൻവളയിട്ട് വൈഡൂര്യം മാലയും ചോർത്തിയുടലിൽ പട്ടുയാടകളാകെ സദസ്സിളക്കി. നൃത്തം കഴിഞ്ഞ് ക്ഷീണിച്ചപ്പോൾ അമ്മ മഹാറാണിയുടെ അടുക്കൽ വന്ന ഉടൻ ഹെരോദാവ് രാജാവ് മകളോട് ചോദിച്ചു, മകളെ, ഈ ജന്മദിനത്തിൽ നിനക്ക് എന്താണ് ഞാൻ സമ്മാനമായി നൽകേണ്ടത്? നാണം കൊണ്ട് മുഖം കുനിച്ച് അമ്മയുടെ നിർദ്ദേശപ്രകാരം രാജാവിനോട്, മഹാരാജൻ, എനിക്ക് നിനക്ക് എന്താണ് വേണ്ടത്? എനിക്ക് വേണ്ടത് കൽത്തുറങ്കിൽ കിടക്കുന്ന യോഹന്നാന്റെ തല. ഹെരോദാവ് ഞെട്ടി. പൊട്ടിത്തകർന്നു പോ രാജാവിനുള്ളം, കുഞ്ഞുങ്ങളെ പോലെ രാജൻ വിറച്ചു. എന്തു ചെയ്യാൻ? ശിരോച്ഛേദം ചെയ്യാൻ രാജാവ് ഉത്തരവിട്ടു. ഉത്തരവ് കിട്ടിയുടനെ ഫടമോർ പോയി യോഹന്നാന്റെ തല ഛേദിച്ചു. ആ തല താലത്തിലെടുത്ത് ശലോമിക്ക് കൊടുത്തു. ശലോമി അത് വിറയലോടെ അമ്മയ്ക്ക് നൽകി. ദിവസങ്ങൾ കഴിഞ്ഞു പോയി. ദേഷ്യം തലയ്ക്ക് പിടിച്ച് അമ്മയും മകളും മരണമടഞ്ഞു. ഈ കഥ ഇവിടെ പൂർണ്ണമാകുകയാണ്. ഇതിൽ നിന്ന് നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കാം. നീതിമാന്മാരെ ദ്രോഹിക്കരുത്. അവരുടെ ശാപം തീർച്ചയായും നിങ്ങൾക്ക് ദോഷം ചെയ്യും. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ ഈ എളിയ കഥാപ്രസംഗം ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വിശ്വാസത്തോടെ നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. പിതാപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിൻ്റെ കാവലും കൃപയും പ്രോഗ്രാമുകൾക്ക് നേതൃത്വം നൽകിയ പ്രിയ മക്കളോടും ഇത് ദർശിച്ച ഓരോ വ്യക്തിജീവിതങ്ങളോടും ഇന്നും എന്നേക്കും കാലാവസാനത്തോളം ഇരിക്കുമാറാകട്ടെ. ആമേൻ.